ഈ സമസ്ത മുഷാവറയിലേക്ക് അത്തരത്തിൽ പ്രോഗ്രസീവായ ഐഡിയോളജി ഉള്ള ആളുകൾ കൂടി അക്കോമഡേറ്റ് ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെപ്പോലുള്ള ആളുകൾ ഇപ്പോൾ മുഷാവറയ്ക്ക് പുറത്ത് നിൽക്കണം. അത് മറ്റൊരു കാര്യമാണ്. അതൊക്കെ ഒരു ആഭ്യന്തര കാര്യമാണ്. ഈ സമസ്ത മുഷാവറയിൽ ആരെയൊക്കെ ചേർക്കണ്ട എന്നത് തീരുമാനിക്കാൻ പുറത്തിരിക്കണ ഞാനും താങ്കളും അല്ലല്ലോ. അതിൻ്റെതായ ക്രൈറ്റീരിയ, കുറച്ചുകൂടി പ്രോഗ്രസീവായ ആളുകൾ ഇതിനകത്തേക്ക് വരണം. അത് പ്രോഗ്രസീവായിട്ടുള്ള ആളുകൾ വരണമല്ലോ. ഇപ്പം തന്നെ പ്രോഗ്രസീവായിട്ട് ഉള്ള ആളുകൾ, അങ്ങനെ ചിന്തിക്കുന്ന പുരോഗമന ചിന്തകളുള്ള ആളുകൾ അവർ അഡ്മിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിനകത്തുണ്ട്. അതിൻ്റെ അകത്തുള്ള ആളുകളൊക്കെ പിന്നെ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരെന്ന് ആരെങ്കിലും പറയുമോ? ഞാൻ ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, ഏതാണ്ട് ഒരു 1/2 ഡസനോളം ആളുകളെ എന്തൊക്കെയോ ചില അജണ്ടകൾ പിടികൂടിയിരിക്കുകയാണ്. അത് രാഷ്ട്രീയമാകാം, വ്യക്തിവിരോധമാകാം, പിന്നെ ഈ പറഞ്ഞതുപോലെ പരിഷ്കരണങ്ങളോടുള്ള വിമുഖതയാകാം. അതൊക്കെ ഞാൻ രാജ്യത്തെ ആളുകളുടെ പേരുകൾ അതിലൊന്നും കാര്യമില്ലല്ലോ. ഉമർ ഫൈസി, അങ്ങനെ ആളെ പേര് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. സലാം ബക്കവി പോലുള്ള ആരെങ്കിലും. കഴിഞ്ഞ ദിവസം ആദർശ സമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. സലാം ബക്കവി പറയുന്നത് ഈ വഫിയ കോളേജുകളിൽ പഠിപ്പിക്കുന്നത് തന്നെ തീവ്രവാദമാണ്. അവിടെ പ്രൊഫസർ അതിന് തെളിവ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ ലഡു വിതരണം ചെയ്തവരാണ് ഇബ്രാഹിം റിപ്പൺ പോലുള്ള ആളുകൾ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ സമസ്ത മുഷാവറ മെമ്പറാണല്ലോ. ഇവർ ആരോപിക്കുന്ന തരത്തിൽ പൂക്കിപ്പറമ്പ് കോളേജ് അന്ന് സമസ്തയുടെ കോളേജാണ്, ഇന്നും സമസ്തയുടെ കോളേജാണ്. പക്ഷേ അവിടെയുള്ള കുട്ടികൾ പഠിക്കുന്നത് ഈ തീവ്രവാദമാണ്, അത് പഠിപ്പിക്കുന്നത് ആളുകളാണ്. അപ്പോൾ സമസ്ത പോലുള്ള വലിയ ഒരു അതോറിറ്റി അവിടെ കുട്ടികൾ തീവ്രവാദം പഠിക്കുന്നതിനാണോ സ്ഥാപനം നടത്തുന്നത്? അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടുള്ള ആരോപണമാകാനാണ് തരം. കാരണം നിങ്ങൾ മീഡിയ ഇന്നലെ അത് ഉന്നയിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ പ്രിൻസിപ്പാളോട് വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇനി തെളിവ് ആവശ്യമാണ്. അപ്പോൾ അവിടെ പിന്നെ ജോസഫ് മാഷയുടെ കൈ വെട്ടിയതിന് അതിനെ അംഗീകരിച്ചുകൊണ്ട് ലഡു വിതരണം നടത്തി തെളിവ് ആവശ്യമാണ്. ഞാൻ പാൻ ഇസ്ലാമിസം ഉയർത്തിപ്പിടിക്കുന്നു, തെളിവ് ആവശ്യമാണ്. പ്യൂരിറ്റൻ ഇസ്ലാമാണ് എൻ്റേത്, തെളിവ് ആവശ്യമാണ്.